കഥയെ ആരംഭിക്കുന്നത് ജോസാഞ്ചലോ എന്ന പേരുള്ള ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അദ്ദേഹം തന്റെ മകളുടെ ശവകുടീരത്തിൽ പൂക്കൾ വെച്ചെന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് എത്തി തന്റെ പേഴ്സ് എടുത്ത് അതിൽ ചില സാധനങ്ങളൊക്കെ എടുത്തുവെച്ച് അദ്ദേഹം നിൽക്കുമ്പോൾ പെട്ടെന്നാണ് പോലീസുകാർ അങ്ങോട്ടേക്ക് ഇരച്ചു കയറി വന്നത്. പോലീസുകാർ തന്നെ പിടിക്കാൻ വന്നതാണെന്ന് മനസ്സിലാക്കിയ ആഞ്ചലോ തന്റെ പക്കലുള്ള പേഴ്സ് എടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ പുറത്തേക്കെറിഞ്ഞു. അത് നേരെ ചെന്ന് വീണതാകട്ടെ റോഡിലൂടെ പോയ ഒരു മാലിന്യ ലോറിയിലുമായിരുന്നു. പോലീസ് ആഞ്ചലോയെ വെടിവെച്ച് പിടികൂടി. പക്ഷേ അവർക്ക് ആ പേഴ്സ് കണ്ടെടുക്കാൻ സാധിച്ചില്ല. ആഞ്ചലോയുടെ പേഴ്സ് വീണ മാലിന്യ ലോറി ചെന്നു ചേർന്നത് നഗരത്തിലെ ഏറ്റവും വലിയ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിലേക്കായിരുന്നു. അവിടെ മാലിന്യങ്ങൾക്കിടയിൽ നിന്ന് ആക്രിയും മറ്റു വസ്തുക്കളുമൊക്കെ പെറുക്കി ജീവിക്കുന്ന കുട്ടികളിൽ ഒരാളാണ് റാഫേൽ ആ പേഴ്സ് കണ്ടെത്തി. പേഴ്സ് തുറന്നതും അതിനകത്ത് പണം കണ്ടതും അന്നത്തെ പണി നിർത്തി വീട്ടിലേക്ക് പോവാൻ അവൻ തീരുമാനിച്ചു. കുറച്ചു മാറിയിരുന്ന് അവനൊന്നുകൂടി പേഴ്സ് തുറന്നു. അവന്റെ കൂട്ടുകാരൻ ഗാർഡോയും അവനടുത്തേക്ക് അപ്പോൾ വന്നു ചേർന്നിരുന്നു. ഇരുവരും സംസാരിച്ചു. പേഴ്സ് പരിശോധിക്കുമ്പോൾ അതിൽ കൂടുതൽ പണവും ആഞ്ചലോയുടെ ID കാർഡും ഒരു താക്കോലും ഒരു കുഞ്ഞു കലണ്ടറും മൃഗങ്ങളുടെ കുറച്ച് ചിത്രങ്ങളും ഒരു പെൺകുട്ടിയുടെ കുറച്ച് ഫോട്ടോസും ഉണ്ടായിരുന്നു. ഇതെന്തായിരിക്കും എന്ന മട്ടിൽ അവർ ചിന്തിച്ചു. മറുഭാഗത്ത് പോലീസ് ആകട്ടെ ആഞ്ചലോയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആ പേഴ്സും അതിനുള്ളിലെ രേഖകളും എവിടെ എന്ന് ചോദിച്ചായിരുന്നു പീഡനം. എന്നാൽ എത്രയൊക്കെ തല്ലിയിട്ടും ആഞ്ചലോ വായ തുറക്കുന്നുണ്ടായിരുന്നില്ല. മർദ്ദനത്തിനൊടുവിൽ ആഞ്ചലോ കസ്റ്റഡിയിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. പോലീസ് അയാളുടെ ബോഡി മറ്റാരും അറിയാതെ ഡിസ്പോസ് ചെയ്യാനുള്ള പ്രവൃത്തികളും ആരംഭിച്ചു. അടുത്ത ദിവസം മാലിന്യ കുമ്പാരത്തോട് ചേർന്ന് ചേരിയിൽ കുട്ടികളെ പഠിപ്പിക്കാൻ ഒലിവിയ എന്ന സിസ്റ്റർ എത്തി. ഗാർഡോ പേഴ്സിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് അന്ന് ചിക്കൻ മേടിക്കാമെന്നും നല്ല രീതിയിൽ ആഘോഷിക്കാം എന്നും വിചാരിച്ചിരുന്നു. അവൻ ഭക്ഷണ സാമഗ്രികളൊക്കെ വാങ്ങിയെത്തി. പിന്നാലെ അവിടുത്തെ ചേറ് നിറഞ്ഞ കുളത്തിൽ കൂട്ടുകാരനൊത്ത് കുളിക്കാൻ വേണ്ടി പോയി. ആ സമയമാണ് അങ്ങോട്ടേക്ക് പോലീസുകാരെത്തുന്നത്. വന്നെത്തിയ പോലീസുകാരെ റാഫേലും ഗാഡോയും നോക്കി കണ്ടു. ഗാഡോ പ്രധാന പോലീസുകാരനടുക്കൽ ചെന്ന് എന്താ കാര്യം, പോലീസുകാരെന്താ ഇത്രയധികം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്ന മട്ടിൽ തിരക്കി. ഫെഡറിക്കോ എന്നായിരുന്നു ആ പോലീസ് മേധാവിയുടെ പേര്. അയാൾ പറഞ്ഞു, ഞങ്ങളൊരു കേസിന്റെ പുറകെയായിരുന്നു. ഇമ്പോർട്ടന്റ് തെളിവുകളടങ്ങിയ ഒരു പേഴ്സ് കളഞ്ഞുപോയി. കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ട്. അത് കണ്ടുപിടിച്ചു തരുന്നവർക്ക് പകരമായി ഞങ്ങൾ പണം കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ കൂട്ടുകാരൻ ഗാർഡോ, ഞങ്ങളത് കണ്ടുപിടിച്ചു തന്നാൽ എത്ര രൂപ വരെ കിട്ടും എന്ന് ചോദിച്ചു. പോലീസുകാരൻ പറഞ്ഞു, അത് കണ്ടുപിടിച്ചു തരുന്നവർക്ക് $1000 കിട്ടും. അവരങ്ങനെ സംസാരിച്ചു നിൽക്കെ ഗാർഡോയുടെ ആന്റി അങ്ങോട്ടേക്കെത്തി ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നത് കണ്ട് എവിടുന്നാടാ ഇതൊക്കെ വാങ്ങാൻ നിങ്ങൾക്ക് പൈസ എന്ന് ചോദിച്ചു. അത് കേട്ട ഫെഡറിക്കിന് അവർക്ക് മേൽ ഒരു സംശയം തോന്നുന്നുണ്ടായിരുന്നു. എങ്കിലും അവരോടപ്പോൾ വേറൊന്നും ചോദിക്കാതെ അദ്ദേഹം അവിടെ നിന്ന് പോയി. പോലീസുകാർ വന്നിരുന്നല്ലോ, അതിനെപ്പറ്റി റാഫേലും ഗാഡോയും മാറിയിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു പേഴ്സിന് ഇത്രയധികം പോലീസുകാർ വന്ന് ഇത്രയും രൂപ തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ പേഴ്സ് അതിന്റെ ഉടമയ്ക്ക് നേരിട്ട് കൊണ്ടെത്തിച്ചു കൊടുത്താലോ? നമുക്ക് പോലീസുകാർ തരുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടില്ലേ? റാഫേൽ തന്റെ സംശയം എടുത്തു ചോദിച്ചു. തൽക്കാലം ഈ പേഴ്സ് നമുക്ക് പോലീസുകാർക്ക് കൊടുക്കണ്ടെന്നും പറഞ്ഞ് അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ വെച്ച് അതാരുടേതാണെന്ന് അന്വേഷിക്കാൻ അവരിരുവരും അതോടെ തീരുമാനിച്ചു. അവരങ്ങനെ ആ പേഴ്സ് റാറ്റോ എന്ന മറ്റൊരു കൂട്ടുകാരന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. റാറ്റോ മറ്റൊരിടത്താണ് താമസിക്കുന്നത്. റാറ്റോയ്ക്ക് ഒരുതരം ചർമ്മരോഗമുണ്ട്. അതുകൊണ്ട് ചേരിയിലേക്ക് അവനെ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. റാറ്റോ അവിടെ ഓടയോട് ചേർന്നായിരുന്നു ജീവിച്ചിരുന്നത്. റഫേലും ഗാഡോയും പേഴ്സ് റാറ്റോയുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പേഴ്സ് പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതെവിടെയെങ്കിലും സേഫായിട്ട് സൂക്ഷിച്ചു വെക്കണം. റാറ്റോ ചോദിച്ചു, അങ്ങനെ ചെയ്താൽ എനിക്കെന്താ ലാഭം? നിനക്ക് $50 തരാം. $50 ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് ഈക്വൽ ഷെയർ തന്നാൽ ഞാൻ ഇത് സൂക്ഷിക്കാം. അത് കേട്ടതും അവർ പറഞ്ഞു, അങ്ങനാണേ വേണ്ട, ഇത് ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. പേഴ്സും മേടിച്ച് അവർ അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ റാറ്റോ പേഴ്സിലുണ്ടായിരുന്ന താക്കോൽ കാണിച്ച്, ഈ താക്കോൽ എന്റെ ലോക്കർ എവിടെ ഉള്ളത് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. ഈക്വൽ ഷെയർ തന്നാൽ ഞാനത് പറഞ്ഞു തരാമെന്നും കൂട്ടിച്ചേർത്തു. അത് കേട്ടതും അത് നല്ലൊരു വഴിയാണല്ലോ എന്ന് റാഫേലിനും റാഡോയ്ക്കും തോന്നി. എന്തായാലും റാറ്റോയെയും കൂടെ കൂട്ടാം എന്നവർ തീരുമാനിച്ചു. ഈക്വൽ ഷെയർ കൊടുക്കാം എന്നവർ സമ്മതിച്ചതോടെ റാറ്റോ അവരുടെ കൂടെ കൂടി. അടുത്ത ദിവസം ലോക്കറുള്ള ഇടത്തേക്ക് റാറ്റോ അവരെ കൊണ്ടുപോവാൻ തുടങ്ങി. റാറ്റോ താമസിക്കുന്ന ഓടയ്ക്കുള്ളിലൂടെയായിരുന്നു അവർ മുന്നോട്ട് പോയത്. ഒടുവിൽ അവർ എത്തിച്ചേർന്നതാകട്ടെ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ഭാഗത്താണ്. അവിടെ എത്തിയതും റാറ്റോ കൂട്ടുകാർക്ക് റെയിൽവേ സ്റ്റേഷനിലുള്ള പബ്ലിക് ലോക്കർ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ ലോക്കറുകളിൽ ഏതോ ഒന്നിന്റെ താക്കോലാണിത്. അവിടെയാണെങ്കിൽ കുറെ ലോക്കറുകൾ ഉണ്ടായിരുന്നു. പോരാത്തതിന് പോലീസ് ഗാർഡുകളുമുണ്ട്. ഓരോ ലോക്കറായി ചെന്ന് തുറന്നു നോക്കാൻ പറ്റില്ല, പോലീസുകാർ സംശയിക്കും. അതോടെ ഗാർഡോ പറഞ്ഞു, പോലീസുകാരെ
ഞാൻ അവിടെ നിന്ന് മാറ്റാം, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്ക്. ഗാർഡോ അങ്ങോട്ടേക്ക് കടന്നു ചെന്നു. ഒരു ലേഡിയുടെ ഹാൻഡ് ബാഗും തട്ടിയെടുത്ത് ഓടാൻ നോക്കി. പോലീസുകാർ ഗാർഡോയെ പിടിക്കാൻ പിന്നാലെ ഓടി. ഈ സമയം അങ്ങോട്ടേക്ക് കടന്നെത്തിയ റാഫേലും റാറ്റോയും ചേർന്ന് ലോക്കറുകൾ തുറന്നു നോക്കാൻ ആരംഭിച്ചു. ഒടുവിൽ അവിടുണ്ടായിരുന്ന ജോസ് ആഞ്ചലോയുടെ താക്കോൽ തുറക്കാൻ അവർക്ക് കഴിഞ്ഞു. അതിനകത്താണെങ്കിൽ ഒരു ലെറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ലെറ്ററും എടുത്ത് അവർ തിരികെ ട്രെയിനിൽ കയറി. ഈ സമയം പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെട്ട് ഗാർഡോയും ട്രെയിനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെറ്ററിന്റെ മുകളിലുള്ള അഡ്രസ് പരിശോധിച്ചു. അതൊരു ജയിൽ അഡ്രസ് ആയിരുന്നു. അവർ ലെറ്റർ ഓപ്പൺ ചെയ്തു. അതിനകത്തുള്ള കാര്യം എന്താണെന്ന് വായിക്കാൻ ശ്രമിച്ചു. ജോസ് ആഞ്ചലോയുടെയും മകളുടെയും കുറച്ച് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് മാത്രമേ അതിനുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓരോ ഫോട്ടോയുടെയും പുറകിൽ കുറെ നമ്പറുകളുമുണ്ട്. ഇതിനാണോ ഇത്രയും കഷ്ടപ്പെട്ടതെന്നോർത്ത് അവർക്ക് ദേഷ്യവും സങ്കടവും വന്നു. അവർ തിരിച്ച് അവരുടെ ചേരിക്കടുത്തുള്ള പള്ളിയിലെത്തി. നോക്കുമ്പോൾ പുറത്ത് ഫാദർ ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. അവർ അവിടെയുള്ള ഫാദറിന്റെ കമ്പ്യൂട്ടറിൽ ആ ലെറ്ററിനകത്തുള്ള പേര് സെർച്ച് ചെയ്തു നോക്കി. ജോവാവോ ക്ലെമന്റി എന്നായിരുന്നു അയാളുടെ പേര്. ആളൊരു വക്കീലാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അധികാരികൾ നടത്തുന്ന കള്ളത്തരങ്ങൾക്കെതിരെ അദ്ദേഹം പോരാട്ടം നടത്തിയിരുന്നു. അതിന്റെ പേരിൽ ഇപ്പോൾ കള്ളക്കേസിൽ കുടുക്കി അയാളെ ജയിലിൽ അടച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റിലെ വിവരങ്ങളിൽ നിന്നും അവർ അത്രയും മനസ്സിലാക്കി. അതിൽ മൊത്തത്തിൽ എന്തോ ഒരു പന്തികേട് അവർക്ക് മണത്തിരുന്നു. അതിന്റെയൊക്കെ ഒരു പ്രിന്റ് എടുത്ത് അവർ അവിടെ നിന്ന് പോന്നു. ഇതേസമയം മറുവശത്ത് പോലീസുകാർ ചേരിയിൽ പരിശോധന നടത്തുകയായിരുന്നു. പേഴ്സ് അവിടെ കിട്ടിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണം. കഴിഞ്ഞ ദിവസം ഗാർഡോയുമായി സംസാരിച്ച പോലീസുകാരൻ വേറൊരു കുട്ടിയോട് ഗാർഡോയും റാഫേലും എവിടെ എന്ന കാര്യം അന്വേഷിച്ചു. അവർ ഇന്ന് ജോലിക്ക് വന്നിട്ടില്ല എന്നായിരുന്നു ആ കുട്ടിയുടെ മറുപടി. അതോടെ ആ പോലീസുകാരന് ആ പേഴ്സ് ഒരുപക്ഷെ റാഫേലിന്റെയും ഗാർഡോയുടെയും കയ്യിൽ കിട്ടിയിരിക്കാം എന്ന തരത്തിൽ തോന്നി. അന്ന് രാത്രി റാഫേലും ഗാർഡോയും സംസാരിച്ചിരിക്കുകയായിരുന്നു. ഗാർഡോ പറഞ്ഞു, നമുക്ക് എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ, മിണ്ടാതി പേഴ്സ് പോലീസുകാരുടെ കയ്യിൽ കൊടുത്ത് അവർ തരുന്ന പൈസയും വാങ്ങി അടിച്ചുപൊളിച്ചങ്ങ് ജീവിച്ചാലോ, എനിക്കിതെന്തോ വലിയ പ്രശ്നമായിട്ടാ തോന്നുന്നത്. അത് കേട്ടതും റാഫേൽ പറഞ്ഞു, ശരി, എന്തായാലും ഇത്രയുമായില്ലേ, അവസാനമായി ഒരു കാര്യം കൂടി ചെയ്യാം. ജയിലിലുള്ള ആളെ ഒന്ന് പോയി കണ്ടിട്ട് ഇനി എന്തു വേണമെന്ന് തീരുമാനിക്കാം. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പോലീസുകാർ വന്ന് അവിടെ നിന്ന് റാഫേലിനെ പിടിച്ചുകൊണ്ടുപോയി. അത് കണ്ട് ഗാർഡോ അവിടെ നിന്ന് വേഗത്തിലോടി പള്ളിയിലച്ഛന്റെ അടുത്ത് ചെന്നു. പള്ളിയിലച്ഛനാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരെ സഹായിക്കാറുള്ളത്. ഫാദറിനടുക്കൽ റാഫേലിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയെന്ന് വിവരം അറിയിച്ചു. ഫാദറിനെയും കൂട്ടി അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി. എന്നാൽ സ്റ്റേഷനിലെത്തിയ ഫാദറിനറിയാൻ കഴിഞ്ഞത് മൈനറായിട്ടുള്ള കുട്ടികളെ തങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാറില്ല എന്ന വിവരമായിരുന്നു. മറുവശത്ത് പേഴ്സിന്റെ കാര്യം ചോദിച്ച് റാഫേൽ ഉപദ്രവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസുകാർ ഉപദ്രവിച്ചെങ്കിലും അവനൊന്നും വിട്ടുപറഞ്ഞില്ല. ഒടുവിൽ ആളുകൾ എങ്ങുമില്ലാത്ത ഒരു സ്ഥലത്ത് റാഫേലിനെ പോലീസുകാരിറക്കി. എന്നിട്ട് പറഞ്ഞു, ആ പേഴ്സ് നിന്റെ കയ്യിൽ കിട്ടിയെന്ന് ഞങ്ങൾക്കറിയാം. മര്യാദക്ക് അത് തന്നാൽ നിന്റെ ജീവനെങ്കിലും ബാക്കിയാകും. പക്ഷേ റാഫേൽ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അതുകണ്ട് ദേഷ്യം വന്ന പോലീസുകാരൻ ഇവനെ ശരിയാക്കാമെന്ന് പറഞ്ഞ് റാഫേലിന്റെ തലയിലൂടെ ചാക്കിട്ട് മൂടി അവനെ ഡിക്കിയിലേക്ക് ഇട്ടു. വളരെ മോശം റോഡിലൂടെ കാർ വേഗത്തിൽ പായിച്ചു. ഡിക്കിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് റാഫേലിന് സാരമായ പരിക്കേറ്റു. അവന്റെ ശരീരം മുറിഞ്ഞ് രക്തം വരെ ഒഴുകിക്കൊണ്ടിരുന്നു. പോലീസുകാർ വണ്ടി നിർത്തി വീണ്ടും അവനെടുക്കൽ പേഴ്സ് എവിടെയെന്ന് തിരക്കി. റാഫേൽ അപ്പോഴും മറുപടി കൊടുത്തില്ല. ഒടുവിൽ റാഫേലിനെ കൊന്നുകളഞ്ഞേക്ക് എന്നുകൂടിയുള്ള പോലീസുകാരനോട് പറഞ്ഞ് പോലീസ് ചീഫ് അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. സാന്റോസിനോട് ഞാൻ മറുപടി കൊടുത്തോളാം എന്നും പറഞ്ഞാണ് അയാൾ പോയത്. റാഫേലിനെ കൊല്ലാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തോക്ക് ചൂണ്ടി. മറ്റുള്ളവർ പോയി കഴിഞ്ഞിരുന്നു. പക്ഷെ അവനെ വെടിവെച്ചു കൊല്ലാൻ എന്തോ ആ മനുഷ്യന് മനസ്സു വന്നില്ല. അവനെ വെടിവെക്കാതെ ആകാശത്തേക്ക് വെടിയുതിർത്ത് അവനോട് സോറിയും പറഞ്ഞ് ആ പോലീസുകാരൻ അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം റാഫേലിന്റെ ചേരിയിലെ ആളുകൾ റാഫേൽ വഴിയിൽ കിടക്കുന്നത് കണ്ട് അവനെ അടുത്ത് ഫാദറിന്റെ അടുത്ത് എത്തിച്ചു. ഫാദർ റാഫേലിന്റെ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ചു. എന്നിട്ട് റാഫേലിനോടും കൂട്ടുകാരോടുമായി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് പോകുന്നത്? നിങ്ങളുടെ കയ്യിൽ ആ പേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ ഏൽപ്പിക്ക്. ഞാൻ നിങ്ങൾക്ക് പോലീസിന്റെ കയ്യിൽ നിന്ന് ആവശ്യമുള്ള പണം വാങ്ങിത്തരാം. പക്ഷേ ഫാദറിനടുക്കൽ തങ്ങളുടെ അടുത്ത് പേഴ്സില്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. ഫാദർ പോയി കഴിഞ്ഞപ്പോ അവർ ഒന്നിച്ച് വീണ്ടും സംസാരിച്ചു. ഒരു പ്ലാൻ തയ്യാറാക്കി. എങ്ങനെയെങ്കിലും ജയിലിലുള്ള വക്കീലിനെ കാണണം. ഇതെന്തോ വലിയ കേസാണ്. അവർക്കതോടെ അക്കാര്യം വ്യക്തമായിരുന്നു. പക്ഷേ ജയിലിനകത്തെത്തൽ അത്ര എളുപ്പമല്ല. എന്തു ചെയ്യുമെന്ന് ചിന്തിച്ചപ്പോൾ ഒലിവിയ സിസ്റ്ററിനോട് സഹായം ചോദിക്കാം എന്നവർക്കിടയിൽ ഒരു ആശയം ഉരുത്തിരിഞ്ഞു. ഒടുവിൽ അവർക്കടുത്തേക്ക് ഒലിവിയ സിസ്റ്റർ വന്നപ്പോൾ കാര്യങ്ങൾ അവർ ഒലിവിയോട് വിശദീകരിച്ചു. പോലീസുകാർ ഇനിയും ഇതിൽ ഇടപെട്ടാൽ തങ്ങൾ കൊല്ലപ്പെടുമെന്നും ഞങ്ങളെ സഹായിക്കാൻ ഒരു വക്കീലിനെ പറ്റുള്ളൂ എന്നും തങ്ങളെ സഹായിക്കണം എന്നും അവർ പറഞ്ഞു. കൂട്ടത്തിൽ ഗാർഡ് ഒരു കാര്യം സൂചിപ്പിച്ചു. എനിക്ക് മുത്തച്ഛനുണ്ട്, വക്കീലാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. എന്റെ മുത്തച്ഛനെ കണ്ട് ഇതൊക്കെ അദ്ദേഹത്തോട് പറയാൻ പറ്റിയാൽ ഞങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഓക്കെയാകും. സിസ്റ്റർ, എന്നെ ഒന്ന് ജയിലിലേക്ക് കൊണ്ടുപോകാമോ? അത്
അത് കേട്ട് ഒലിവിയക്ക് ആദ്യം വിശ്വാസം വന്നില്ല. എന്നാൽ അവർ 3 പേരും ചേർന്ന് ഒരു തരത്തിൽ ഒലിവിയയെ സമ്മതിപ്പിച്ചെടുത്തു. ഒലിവിയ പറഞ്ഞു, ശരി, നമുക്ക് നാളെ അദ്ദേഹത്തെ പോയി കാണാം, ഇപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിക്കോ. ഒലിവിയ പോയതും അവര് വീണ്ടും സംസാരിച്ചു. റാഫേൽ പറഞ്ഞു, എടാ, ആ പോലീസുകാരനെ കൊണ്ടുപോയി തല്ലിയപ്പോ ഇടയ്ക്ക് സാന്റോസ് എന്ന പേരുള്ള ഒരാളുടെ പേര് പറഞ്ഞിരുന്നു. ആരെ ഈ സാന്റോസ്? ഗാഡോ ചോദിച്ചു. റാറ്റോ പറഞ്ഞു, അയാളെ എനിക്കറിയാം, ആളൊരു രാഷ്ട്രീയക്കാരനാണ്. അവന്റെ വീടും എനിക്ക് നല്ല രീതിയിൽ അറിയാം. വേണമെങ്കിൽ ഞാൻ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാം. അടുത്ത ദിവസം റാഫേലും റാറ്റോയും സാന്റോസിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. മറുവശത്ത് ഗാർഡോയും ഒലിവിയ സിസ്റ്ററും കൂടി ജയിലിലേക്കും പോയിരുന്നു. പക്ഷേ ജയിലിലെത്തിയ ഒലിവിയെയും ഗാർഡോയെയും അകത്തേക്ക് വിടാൻ അവിടുത്തെ ഉദ്യോഗസ്ഥൻ തയ്യാറായില്ല. ഒലിവിയ ഒടുവിൽ അയാൾക്ക് കൈക്കൂലി കൊടുത്തായിരുന്നു ഗാർഡോയെ അകത്ത് കയറ്റിയത്. അകത്തെത്തിയ ഒലിവിയെയും ഗാർഡോയെയും കാണാൻ ഒടുവിൽ വക്കീൽ വന്നു. ആ വക്കീലാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു വ്യക്തിയായിരുന്നു. ഗാർഡോയെ കണ്ട വക്കീൽ ചോദിച്ചു, നീ ആരാടാ? എന്റെ കൊച്ചുമോനാണെന്നും പറഞ്ഞ് എന്നെ കാണാൻ വന്നിരിക്കുന്നത്? അത് കേട്ടതും ഗാർഡോ പറഞ്ഞു, ഞാൻ ജോസ് ആഞ്ചലോയുടെ അടുത്തു നിന്നും കിട്ടിയ ഒരു മെസ്സേജ് അറിയിക്കാൻ വന്നതാണ്. ആ പേര് കേട്ടതും വക്കീലിന്റെ കണ്ണു നിറഞ്ഞു. വക്കീല് ചോദിച്ചു, എന്താ മെസ്സേജ്? ഗാർഡോ തങ്ങൾക്ക് കിട്ടിയ ലെറ്ററിലുണ്ടായിരുന്ന മുഴുവൻ കാര്യങ്ങളും വക്കീലിനോട് പറഞ്ഞു. ആ കത്ത് അവിടെ വായിക്കപ്പെടുകയായിരുന്നു. അങ്കിൾ, ചെറുപ്പം മുതലേ എന്നെ നല്ലത് മാത്രമാണ് നിങ്ങൾ പഠിപ്പിച്ചത്. ആരെയും പറ്റിക്കരുത്, സത്യസന്ധമായിട്ടിരിക്കണം, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ വളർത്തി. താങ്കൾ വളരെ കാലമായി എതിർത്ത് പോരാടിക്കൊണ്ടിരുന്ന സാന്റോസിന്റെ കറപ്ഷനെ കുറിച്ച് ജനങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു തെളിവ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്കിളിന് പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ അങ്കിളിന് ജയിലിൽ നിന്നും പുറത്തു വരാനാകും. പക്ഷേ ഈ ലെറ്റർ അങ്കിളിന്റെ കൈകളിൽ കിട്ടിയാൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടാവില്ല എന്നായിരിക്കും ചിലപ്പോൾ അതിന്റെ അർത്ഥം. ആ കത്ത് വായിച്ചു കേട്ടതും അദ്ദേഹം കരയാൻ ആരംഭിച്ചു. പിന്നാലെ അദ്ദേഹം ചോദിച്ചു, ആ ലെറ്ററിൽ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അപ്പോ ഗാർഡോ പറഞ്ഞു, അതിന്റെ കൂടെ ഒരു ഫോട്ടോയും ഫോട്ടോയുടെ പുറകിൽ കുറച്ച് നമ്പേഴ്സും എഴുതിയിട്ടുണ്ടായിരുന്നു. വക്കീലപ്പോൾ ജയിൽ വാർഡനെ വിളിച്ചു. ഇവരെന്നെ സഹായിക്കാൻ വന്നതാണ്, എനിക്കെന്റെ ബൈബിൾ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ വാർഡൻ പറഞ്ഞു, ഇന്നിനി തരാൻ പറ്റില്ല, വിസിറ്റിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു, അതിനാൽ അവരോട് പോയി നാളെ വരാൻ പറയൂ. വക്കീൽ ഗാർഡോയുടെ അടുക്കൽ പറഞ്ഞു, നാളെ നീ ആ ബൈബിൾ വാങ്ങി വരണം. കൂട്ടത്തിൽ ഗാർഡോയുടെ ചെവിയിൽ രഹസ്യമായ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. അതൊരു ഐഡന്റിക്കൽ ബൈബിൾ ആണ്. ഇതുപോലൊരു ബൈബിൾ ജോസ് ആഞ്ചലോയുടെ കയ്യിലുമുണ്ട്. ആ ബൈബിളിലെയും ഈ ബൈബിളിലെയും ചാപ്റ്റേഴ്സും പേജും വാക്യങ്ങളും എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. ഞങ്ങൾ ഈ ബൈബിളുകൾ ഉപയോഗിച്ചാണ് ഞങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറുന്നത്. നിങ്ങൾക്ക് ക്ലൂ ഉള്ളത് ആ ബൈബിളിലായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ആ നമ്പേഴ്സ് വെച്ച് ആ ക്ലൂ കണ്ടെത്താൻ ശ്രമിക്കൂ. ഒക്കെ കേട്ട ശേഷം ഗാർഡോയും സിസ്റ്റർ ഒലിവിയയും അവിടെ നിന്നും തിരികെ പോന്നു. ആ സമയം ജയിൽ വാർഡൻ ഗാർഡോയ്ക്കടുത്തെത്തി പറഞ്ഞു, നാളെ നിന്നെ അകത്തേക്ക് വിടണമെങ്കിൽ $1000 കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ആ ബൈബിൾ നിനക്ക് കിട്ടാൻ പോകുന്നില്ല. മറുവശത്ത് റാഫേലും റാറ്റോയുമാകട്ടെ സാന്റോസിന്റെ വീടിനടുത്തേക്ക് എത്തിച്ചേർന്നിരുന്നു. മതില് ചാടി അവർ മറുവശത്തെത്തി. പക്ഷെ അവർ എത്തിപ്പെട്ടതാകട്ടെ പട്ടിയുടെ മുമ്പിലേക്കും. പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേട്ട് വാച്ച്മാൻ അങ്ങോട്ടേക്ക് വന്നു. വാച്ച്മാൻ, നിങ്ങളാരാ? ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളിതേ ഈ പഴം പറിക്കാൻ വേണ്ടി ചാടിയതാ. ഈ കോമ്പൗണ്ടിനുള്ളിൽ അനുവാദമില്ലാതെ കയറാൻ പാടില്ല. എന്തായാലും എന്റെ മുമ്പിൽ ആയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. ആ സാന്റോസിന്റെ വൈഫിന്റെ മുമ്പിലെങ്ങാനുമായിരുന്നു ചെന്നുപെട്ടതെങ്കിൽ നിങ്ങളുടെ ശവമടക്കം നടത്തിയേനെ. പിന്നാലെ അയാൾ അവരെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയം അവിടെ കുറേയധികം സെക്യൂരിറ്റീസിനെ റാഫേൽ കണ്ടിരുന്നു. ഇതെന്താ ഇവിടെ ഇത്രയും സെക്യൂരിറ്റികൾ? റാഫേൽ ചോദിച്ചു. വാച്ച്മാൻ പറഞ്ഞു, ഞങ്ങളുടെ ബോസില്ലേ സാന്റോസ്, അയാൾ ഒരു വലിയ രാഷ്ട്രീയക്കാരനാ, അറിയാലോ, അഴിമതിയുടെ രാജാവാണ്. അയാളുടെ വലങ്കൈയായിരുന്നു ജോസ് ആഞ്ചലോ എന്നൊരാൾ. ഈ ജോസ് ആഞ്ചലോ ആയിരുന്നു സാന്റോസിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത്. സാന്റോസിനൊരു ശീലമുണ്ടായിരുന്നു. അയാൾ ഒരു ഡയറിയിൽ ഓരോ അഴിമതിയുടെയും കണക്ക് വിവരങ്ങളൊക്കെ എഴുതി വെക്കും. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്താൽ അത് പിടിക്കപ്പെടും എന്ന് ചിന്തിച്ച് അയാൾ ഡയറി എഴുതിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം എവിടെന്നോ കിട്ടിയ കുറച്ച് പണവും ആ ഡയറിയും ജോസ് ആഞ്ചലോയുടെ കയ്യിൽ കൊടുത്തിട്ട് അകത്തുള്ളൊരു ലോക്കറിൽ വെക്കാൻ പറഞ്ഞേൽപ്പിച്ച് സാന്റോസ് എവിടെയോ പോയി. ജോസ് ആഞ്ചലോ ആ ലോക്കർ തുറന്നു. നോക്കുമ്പോ അതിനകത്ത് മുഴുവൻ പണം, അതും അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണം. ജനങ്ങളെപ്പറ്റി ചിത്രയും പൈസ ഉണ്ടാക്കി ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ച് അധികാരികളെ ഏൽപ്പിക്കണം എന്ന് ചിന്തിച്ച് അയാൾ ഒരു പ്ലാൻ ഉണ്ടാക്കി. അതിനായി ജോസ് ആഞ്ചലോ സാന്റോസിന്റെ വീട്ടിലുണ്ടായിരുന്ന ഫ്രിഡ്ജ് കേടാക്കി. ഒന്നും അറിയാത്ത പോലെ ആ ഫ്രിഡ്ജ് മാറ്റണം എന്ന തരത്തില് അവിടുത്തെ വേലക്കാരിയോടും പറഞ്ഞേൽപ്പിച്ചു. അതിനുള്ള കാര്യങ്ങൾ ഓക്കെ ആയതും ആ ഫ്രിഡ്ജിനകത്തേക്ക് ജോസ് ആഞ്ചലോ അലമാരയ്ക്കകത്തുണ്ടായിരുന്ന പണവും മറ്റു ഡോക്യുമെന്റ്സും ഒക്കെ മാറ്റി. പിന്നാലെ ആ ഫ്രിഡ്ജും കയറ്റി അവൻ അവിടുന്ന് പോന്നു. അവസാനമായി ജോസ് ആഞ്ചലോ ടാറ്റ തന്നത് വേറെ ആർക്കുമല്ല, എനിക്കായിരുന്നു. അതിനുശേഷം അയാളെ കണ്ടുകിട്ടിയിട്ടില്ല. അതേ പിന്നെ ഈ വീടിനും മറ്റും മൊത്തത്തിലെ കാവലാണ്. അതാ ഇത്രയും സെക്യൂരിറ്റീസ്. നിങ്ങളിതൊന്നും പുറത്താരോടും പറഞ്ഞേക്കരുതിട്ടോ, എന്റെ ജോലി പോകും. ഹേ, ഞങ്ങളാരോട് പറയാനാ എന്നായിരുന്നു ആ കുട്ടികൾ പറഞ്ഞത്.
പിന്നാലെ അവർ തിരിച്ച് ചേരിയിലേക്ക് പോന്നു. സിസ്റ്റർ ഒലീവിയയെ കണ്ടു. ഒലീവിയ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങളും സത്യങ്ങളും ഉണ്ട്, അത് പുറത്തു കൊണ്ടുവരണം. പക്ഷേ അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ? വെറുതെ എന്തിനാ അപകടത്തിൽ പോകുന്നത്? നിങ്ങളുടെ കയ്യിലുള്ളത് പോലീസുകാർക്ക് കൊടുത്ത അവരുടെ നിന്ന് പണവും കിട്ടും, നിങ്ങൾക്ക് പ്രശ്നമുണ്ടാവില്ലല്ലോ. ഞങ്ങൾക്ക് ഇവിടെയുള്ള പോലീസുകാരെയൊന്നും വിശ്വാസമില്ല, ഞങ്ങൾ ചെയ്യുന്നതിൽ എന്തോ സത്യമുണ്ട് എന്നാ തോന്നുന്നത്. എന്തായാലും റിസ്ക് ആണ്, പക്ഷേ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങള് റെക്കോർഡ് ചെയ്തൊരു ഡോക്യുമെന്റ് ആക്കാം, അത് നെറ്റിൽ അപ്ലോഡും ചെയ്യാം. അത് കേട്ട് ആരെങ്കിലും നിങ്ങളെ സഹായിച്ചാലോ? അതിനവർ ഓക്കെ പറഞ്ഞു. ഒലീവിയ ഒരു വീഡിയോ ക്യാമറ വെച്ച് അവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പകർത്തി. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് പോലീസുകാർ കുറച്ചുപേർ കടന്നു വന്നത്. പോലീസുകാർ അകത്തെത്തുന്നതിന് മുമ്പേ 3 പയ്യന്മാരും പുറത്തേക്ക് രക്ഷപ്പെട്ടു. അങ്ങോട്ടേക്കെത്തിയ പോലീസുകാർ അവരെ കിട്ടാത്തതുകൊണ്ട് ഒലീവിയെ ചോദ്യം ചെയ്യണം എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. പിന്നാലെ പോലീസ് ചീഫ് സാന്റോസിനെ വിളിച്ചു. പയ്യന്മാർ രക്ഷപ്പെട്ട വിവരം അറിയിച്ചു. സാന്റോസ് പറഞ്ഞു, എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, എനിക്കെന്റെ പണവും ഡയറിയും കിട്ടിയേ തീരൂ. അവിടെ ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തു പോവാൻ പാടില്ല. ആ ചേരി നിങ്ങളങ്ങ് ഇല്ലാതാക്കിയേക്ക്. പോലീസ് സാന്റോസ് പറഞ്ഞ പോലെ ചെയ്തു. ആ ചേരി മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. ദൂരെ നിന്ന് ദുഃഖത്തോടെ റാഫേലും മറ്റുള്ളവരും അത് നോക്കിക്കണ്ടു. എന്തായാലും നഗരത്തിലേക്ക് പോവാമെന്നും വക്കീലിനെ കണ്ട് ബൈബിൾ കരസ്ഥമാക്കണം, എന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റൂ എന്നും അവർ ചിന്തിച്ചു. അവർ യാത്ര തുടങ്ങി. പക്ഷേ പണമില്ല. $1000 കൊടുത്താലേ ബൈബിൾ കയ്യിൽ കിട്ടുകയുള്ളൂ. എന്തു ചെയ്യുമെന്ന് അവർ ആലോചിച്ചു. പിന്നാലെ ചേരി പ്രദേശം കത്തിയമർന്നതോടെ അവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ടവർ പള്ളിയിലേക്ക് താമസം മാറ്റാൻ തുടങ്ങിയിരുന്നു. അങ്ങോട്ടേക്ക് പോയിരുന്ന റാറ്റോ പള്ളിക്കടുത്തെത്തി. അച്ഛന്റെ മുറിയിൽ കയറി. അവിടെ ഉണ്ടായിരുന്നതിൽ നിന്നും $1000 എടുത്തു. ശേഷം കരയുന്ന രീതിയിൽ തന്റെ ഫോട്ടോ വരച്ചു വെച്ച് താനാണ് അതെടുത്തത് എന്ന സൂചനയും എഴുതി വെച്ച് അവൻ അവിടുന്ന് പോന്നു. പിന്നാലെ ഫാദർ എത്തിയപ്പോൾ പണം കാണുന്നില്ല. ഡ്രോയിങ് ഫാദർ കണ്ടു. അദ്ദേഹത്തിന് വിഷമം തോന്നി. കുട്ടികൾ സങ്കടത്തിലാണല്ലോ, അവർക്ക് വല്ല അപകടവും പറ്റുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. റാറ്റോ റാഫേലിനും ഗാർഡോയ്ക്കും അടുത്തേക്കും എത്തിച്ചേർന്നു. ഫാദറിന്റെ അടുത്ത് നിന്നും എടുത്ത $1000 അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനൊക്കെ ചെയ്യുന്നതിന് നമ്മളോട് ദൈവം പൊറുക്കില്ലായിരിക്കുമല്ലേ? റാഫേൽ മറുപടി കൊടുത്തു, നമ്മളിപ്പോൾ ദൈവത്തിന്റെ പാതയിലാണ്, അതിനാൽ ഉറപ്പായും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ദൈവം നമ്മളോട് ക്ഷമിക്കും. പിന്നാലെ റാഫേൽ തന്റെ പ്ലാൻ പറഞ്ഞു. ഈ $1000 അങ്ങനെ കൊണ്ടുപോയി ജയിൽ വാർഡന്റെ കയ്യിൽ കൊടുത്ത ഒരുപക്ഷെ അയാൾ നമ്മളെ പറ്റിക്കും. അതുകൊണ്ട് ഈ പൈസ വാർഡന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ റെഡിയാക്കണം. ഗാർഡോയെ മാത്രമേ ഇപ്പോൾ ആ വാർഡൻ അറിയുകയുള്ളൂ. നമ്മളെ രണ്ടാളെയും അയാൾക്കറിയില്ല. അതിനാൽ ഒരു സേഫ്റ്റിക്ക് ഞാനും റാറ്റോയും വെളിയിൽ നിൽക്കാം. ഗാർഡോ അകത്ത് പോയി വാർഡന്റെ കയ്യിൽ ബൈബിൾ ഉണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ആ ബൈബിൾ വാങ്ങി അത് വക്കീലിന്റെ ബൈബിൾ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ പൈസ അയാൾക്ക് കൊടുക്കണം. അതിനുശേഷം ബൈബിൾ കൊണ്ടുവന്ന് തെരുവിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന റാറ്റോയുടെ കയ്യിൽ ആരും അറിയാതെ ഏൽപ്പിക്കണം. റാറ്റോ ബൈബിൾ കിട്ടിയ ഉടനെ ആർക്കും സംശയം തോന്നാത്ത വിധം പതുക്കെ അവിടെ നിന്നും വന്ന് അത് എന്റെ കയ്യിൽ തരണം. അതിനുശേഷം നമുക്ക് 3 പേർക്കും ഒരുമിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാം. ഇതാണ് പദ്ധതി. പക്ഷേ പദ്ധതി അടുത്ത ദിവസം ആദ്യത്തിലെ പാളി. ബൈബിൾ നോക്കിയ ശേഷം പണം കൊടുക്കാനായിരുന്നല്ലോ റാഫേൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഗാർഡോ ബൈബിൾ കിട്ടുന്നതിന് മുമ്പേ പണം കൊടുത്തു. വാർഡൻ ബൈബിൾ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവിടെ മറ്റൊരു മുട്ടൻ പണിയുണ്ടായിരുന്നു. ഗാർഡോയെ പിടിക്കാൻ ഓൾറെഡി പോലീസുകാർ അവിടെ എത്തിയിരുന്നു. പോലീസുകാർ ഗാർഡോയെ പിടിക്കാൻ കടന്നു വരുന്നത് കണ്ടതും പോലീസുകാരെ വെട്ടിച്ച് അവൻ ബൈബിൾ എടുത്തുകൊണ്ട് ഓടാൻ ആരംഭിച്ചു. ആരുമറിയാതെ റാറ്റോയുടെ കയ്യിൽ ബൈബിൾ ഏൽപ്പിക്കേണ്ടതിന് അവൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചായിരുന്നു റാറ്റോയുടെ കയ്യിൽ ബൈബിൾ കൊടുത്തത്. ഒടുവിൽ റാറ്റോയ്ക്കും അവിടെ നിന്ന് ഓടേണ്ടി വന്നു. പോലീസിന്റെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാൻ മൂവരും കഷ്ടപ്പെട്ടു. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം തന്നെയായിരുന്നു അവിടെ നടന്നത്. കൃത്യമായ ഒരു ചേസിംഗ്. നീണ്ട ചേസിനൊടുവിൽ ഒരു തരത്തിൽ മൂവരും രക്ഷപ്പെട്ട് സിറ്റിയുടെ ഒത്തുനടുക്കുള്ള ഒഴിഞ്ഞൊരു ഫ്ളാറ്റിലേക്ക് അവർ എത്തിച്ചേർന്നു. പിന്നാലെ തങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് എന്ത് ക്ലൂവാണ് ബൈബിളിലുള്ളത് എന്നവർ തിരയാൻ ശ്രമിച്ചു. ആഞ്ചലോയുടെ കയ്യിൽ നിന്നും കിട്ടിയ ഫോട്ടോയുടെ പിന്നിലെ നമ്പർ വെച്ച് അവർ ബൈബിളിൽ തിരയാൻ തുടങ്ങി. ഇതിനിടയിൽ നിങ്ങൾ നോക്ക്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗാർഡോ വെളിയിലേക്ക് ഇറങ്ങി. അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും ആ നമ്പറുകളുടെ ഓർഡറുകളും ബൈബിളിലെ ഓരോ അധ്യായങ്ങളും ചാപ്റ്റേഴ്സും പാരഗ്രാഫിലെ വാക്കുകളും ഒക്കെ കൂട്ടി വായിച്ച് ഒടുവിൽ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. 4 വാക്കുകളായിരുന്നു ബൈബിളിൽ നിന്ന് അവർക്ക് കണ്ടുകിട്ടിയത്. അതെല്ലാം ഓരോ മൃഗങ്ങളുടെ പേരുകളായിരുന്നു. അപ്പോഴാണ് ജോസ് ആഞ്ചലോയുടെ പേഴ്സിൽ നിന്നും കിട്ടിയ മൃഗങ്ങളുടെ ഫോട്ടോയുള്ള പേപ്പറിന്റെ കാര്യം അവർ ഓർമ്മിച്ചത്. അപ്പോൾ കിട്ടിയ അനിമൽസിന്റെ പേര് വെച്ച് അവർ ആ പേപ്പർ ഒത്തുനോക്കി. ആ ഫോട്ടോസിന്റെ പിന്നിലുണ്ടായിരുന്ന 4 നമ്പറുകൾ കൂടി അവർക്കതോടെ കണ്ടുകിട്ടി. ആ നമ്പറുകളെല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിൽ നിരത്തി എഴുതിയപ്പോ അവർക്ക് കിട്ടിയത് ഒരു ഫോൺ നമ്പർ ആയിരുന്നു. ഇതേസമയം പുറത്തു പോയിരുന്ന ഗാർഡോ ട്രാഷ് ബോക്സിൽ ഫുഡിനായി തിരയുകയായിരുന്നു. ചില പഴങ്ങളൊക്കെ അവന് കിട്ടി. അപ്പോഴാണ് ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പോലീസ് കാറുകളും എത്തിച്ചേരുന്നത്. ഗാർഡോ അത് നോക്കിക്കണ്ടു. ഉടനടി ഫ്ലാറ്റ്
ഫ്ളാറ്റിലേക്ക് ഓടിയെത്തിയ ഗാർഡോ കൂട്ടുകാരെ വിവരമറിയിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഒരു തരത്തിൽ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതേ സമയം പോലീസ് അവിടെ മുഴുവൻ പരിശോധിച്ച് കുട്ടികൾ ഒളിച്ച സ്ഥലം കണ്ടെത്തിയിരുന്നു. അവർ പോയപ്പോൾ ഭിത്തിയിൽ എഴുതി വെച്ച നമ്പർ അവിടെ മായ്ച്ചിരുന്നില്ല. ആ നമ്പർ പോലീസ് ചീഫ് നോക്കിക്കണ്ടു. അയാൾ ആ നമ്പറിലേക്ക് വിളിച്ചു. ഇതേ സമയം മറ്റൊരിടത്ത് റോഡ് സൈഡിലുള്ള ടെലിഫോൺ ബൂത്തിൽ നിന്ന് റാഫേലും അതേ നമ്പറിലേക്ക് കോൾ ചെയ്യുകയായിരുന്നു. കോൾ കണക്ട് ചെയ്തത് അവിടെയുള്ള ഒരു പള്ളി സെമിത്തേരിയിലേക്കാണ്. പിന്നാലെ സെമിത്തേരിയിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് അവർ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയതും ഇവിടെ എന്തായിരിക്കുമെന്ന സംശയം ആ കുട്ടികൾക്കുണ്ടായിരുന്നു. കുറെ ശവക്കല്ലറകളുണ്ട്. ഇതിലിപ്പോൾ എന്ത് ചെയ്യാനാ എന്ന മട്ടിൽ അവർ ചിന്തിച്ചു. റാറ്റോയും ഗാർഡോയും ശവക്കല്ലറകളിൽ നിന്നെന്തെങ്കിലും ക്ലൂ കിട്ടുമോ എന്നറിയാൻ അവിടെ തിരയാൻ തുടങ്ങി. അപ്പോഴാണ് റാഫേലിനൊരു കാര്യം ഓർമ്മ വന്നത്. ജോസ് ആഞ്ചലോയുടെ കയ്യിൽ നിന്നും കിട്ടിയ ആ പേഴ്സിൽ ഒരു കലണ്ടർ ഉണ്ടായിരുന്നു. അതിൽ 17 എന്ന ഡേറ്റ് മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ 17 നമ്പർ കല്ലറയിൽ എന്തെങ്കിലും ഉണ്ടാകുമോ? അവർ ആ കല്ലറ തിരയാൻ തുടങ്ങി. ഒടുവിൽ അങ്ങോട്ടേക്കും എത്തിച്ചേർന്നു. നോക്കുമ്പോൾ ജോസ് ആഞ്ചലോയുടെ മകളുടെ പേരിലാണ് ആ ശവക്കല്ലറയുള്ളത്. കഥാരംഭത്തിൽ ജോസ് ആഞ്ചലോ പൂക്കളൊക്കെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച അതേ ശവക്കല്ലറ. പെട്ടെന്നാണ് റാഫേലിന് പുറകിൽ ഒരു കൊച്ചു പെൺകുട്ടി വന്നു നിന്നത്. പ്രേതത്തെ പോലെ ആ കുട്ടി ആ രാത്രിയിൽ അവിടെ നിൽക്കുന്നു കണ്ടതും അക്ഷരാർത്ഥത്തിൽ അവൻ ഭയന്നുപോയി. അവളാരാണെന്ന് അവൻ ചോദിച്ചു. ആ പെൺകുട്ടി യാഥാർത്ഥ്യത്തിൽ ജോസ് ആഞ്ചലോയുടെ മകളായിരുന്നു. മരണപ്പെട്ടുപോയെന്ന് പറഞ്ഞ് അടക്കം ചെയ്തിരിക്കുന്ന പെൺകുട്ടി എങ്ങനെ ജീവനോടെ ഉണ്ടാകും? അവൾ ജീവനോടെ ഉണ്ടെങ്കിൽ ആരെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്? അവൻ ചോദിച്ചപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, എന്റെ അച്ഛനാ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്, ഉടൻ തന്നെ വന്ന് കൊണ്ടുപോകാം എന്നാ പറഞ്ഞത്, എവിടെയും പോകരുതെന്നും പറഞ്ഞു. പക്ഷേ 2 ദിവസമായി ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അച്ഛൻ വന്നിട്ടില്ല. നിങ്ങളാരെങ്കിലും എന്റെ അച്ഛനെ കണ്ടോ? നിങ്ങൾ എന്റെ അച്ഛൻ പറഞ്ഞയച്ചതാണോ? കാര്യങ്ങൾ ഏറെക്കുറെ റാഫേലിന് മനസ്സിലായി. ആ ശവപ്പെട്ടിയിലായിരിക്കും മിക്കവാറും പണവും ഡയറിയുമെല്ലാം ജോസ് ആഞ്ചലോ ഒളിപ്പിച്ചിട്ടുണ്ടാവുക. പിന്നാലെ തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെ നോക്കാൻ വേണ്ടി റാഫേൽ അവിടുന്ന് മാറാൻ തുടങ്ങി. പക്ഷേ കൃത്യസമയത്താണ് അങ്ങോട്ടേക്ക് ശവക്കല്ലറ അന്വേഷിച്ച് നടന്നിരുന്ന റാറ്റോയെയും ഗാർഡോയെയും പിടികൂടി പോലീസ് ചീഫ് എത്തിയിരിക്കുന്നത് അവൻ കാണുന്നത്. വിവരം പോലീസ് ചീഫിനും കൃത്യമായി മനസ്സിലായി കഴിഞ്ഞിരുന്നു. അയാൾ അവരോട് ആ ശവക്കല്ലറ തകർക്കാൻ പറഞ്ഞു. പെട്ടി പുറത്തെടുക്കാനും ആവശ്യപ്പെട്ടു. ഒടുവിൽ അവർ ആ ശവക്കലറ പൊളിച്ചു. പെട്ടി പുറത്തെടുത്തു. അത് തുറന്നപ്പോൾ അതിനകത്ത് നിറച്ചും പണമാണ്. സാന്റോസിന്റെ ഡയറിയുമുണ്ട്. പിന്നാലെ പോലീസ് ചീഫ് സാന്റോസിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഡയറി കണ്ടു കിട്ടി, പക്ഷേ പണം കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. പണം പോലീസ് ചീഫ് അടിച്ചുമാറ്റാനുള്ള പദ്ധതിയായിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ തങ്ങളുടെ ജീവൻ അപകടത്തിലാകും എന്ന് റാഫേലിനും മറ്റുള്ളവർക്കും മനസ്സിലായിരുന്നു. പക്ഷേ കൃത്യസമയം ജോസ് ആഞ്ചലോയുടെ മകൾ ഉണർന്നു പ്രവർത്തിച്ചു. പോലീസ് വന്നപ്പോൾ അവൾ ഓടിപ്പോയിരുന്നല്ലോ. മറൻ അയാളുടെ പിന്നിൽ വന്നവൾ കട്ടിയുള്ളൊരു കോൺക്രീറ്റ് ശലകമെടുത്ത് അയാളുടെ തലയിലേക്കിട്ടു. നിലതെറ്റിയ പോലീസുകാരൻ താഴെ വീണു. തോക്കും തുറച്ചു വീണു. ഒട്ടും മടിച്ചില്ല. റാഫേലും കൂട്ടുകാരും അയാളെ ആക്രമിച്ചു. തോക്ക് കൈവശപ്പെടുത്തി. പിന്നാലെ പോലീസുകാരനെതിരെ തോക്ക് ചൂണ്ടി. പക്ഷേ റാഫേല് വെടിയുതിർത്തില്ല. കൂട്ടുകാർ ജോസ് ആഞ്ചലോയുടെ മകളെയും കൂട്ടി ശവപ്പെട്ടിയും എടുത്ത് രക്ഷപ്പെടുന്നവരെ അവൻ അത്തരത്തിൽ തുടർന്നു. പിന്നാലെ അവനും അവിടെ നിന്ന് കടന്നു കളഞ്ഞു. ഒരു വേസ്റ്റ് ലോറിയിൽ കയറി തങ്ങളുടെ ഇടത്തെ കവർ വന്നെത്തി. റാറ്റോ പള്ളിയിലെ അച്ഛൻ താമസിക്കുന്ന ഇടത്തേക്ക് ചെന്നു. താനെടുത്ത $1000 അവിടെ തിരികെ വെച്ചു. ശേഷം തങ്ങൾ സന്തോഷത്തിലാണെന്ന അർത്ഥത്തിൽ കുട്ടികളുടെ ഒരു ചിത്രവും വരച്ചു വെച്ച് അവൻ അവിടുന്ന് തിരികെ പോന്നു. കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യാൻ കുറച്ചധികം പണവും അച്ഛനായി അവൻ അവിടെ വെച്ചിരുന്നു. പിന്നാലെ തിരികെ ഒന്നു ചേർന്നവർ ഇത്രയും പണം എന്തു ചെയ്യണമെന്ന് ചിന്തിച്ചു. അത്രയധികം പണം അവർക്ക് ആവശ്യമില്ല. കിട്ടിയ പണത്തിന്റെ ഒരു പങ്ക് തങ്ങളുടെ ആളുകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ അതിലെ ഒരു കവർ തുറന്ന് കുറെ പണം ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് വാരി വിതറി. ചേരിയിൽ ജീവിക്കുന്ന പണിയെടുക്കുന്ന ജനങ്ങൾ അത് പെറുക്കിയെടുക്കാൻ ഓടിയെടുക്കുന്നുണ്ടായിരുന്നു. പിന്നാലെ ഒരു വണ്ടി സെറ്റാക്കി അവർ അവിടം വിട്ടുപോവാൻ ആരംഭിച്ചു. മറുവശത്ത് ഒലിവിയ സ്റ്റേഷനിൽ നിന്ന് വരികയായിരുന്നു. രാത്രി മുഴുവൻ സ്റ്റേഷനിൽ വെച്ച ശേഷം ഒലിവിയ സിസ്റ്ററിനെ അപ്പോഴാണ് അവർ മോചിപ്പിക്കുന്നത്. വീട്ടിലേക്ക് എത്തിയതും കുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത വീഡിയോ ക്യാമറ അവിടെ കിടക്കുന്നത് അവർ നോക്കിക്കണ്ടു. മറുവശത്ത് പള്ളിയിലുണ്ടായിരുന്ന ഫാദർ ആകട്ടെ പയ്യന്മാർ കൊണ്ടുവച്ച ഡയറി എടുത്ത് വായിച്ചു നോക്കുകയായിരുന്നു. ഫാദർ പുറത്തേക്ക് വന്നിരുന്നു. ഒലിവിയ സിസ്റ്ററും അങ്ങോട്ടേക്ക് എത്തി. നടന്ന കാര്യങ്ങളെപ്പറ്റി അവർ സംസാരിച്ചു. റാറ്റോ വരച്ചു വെച്ച ചിത്രം കാണിച്ച ഫാദർ കുട്ടികൾ സന്തോഷത്തിലായിരിക്കും എന്ന് സൂചിപ്പിച്ചു. പക്ഷേ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് ഫാദർ പറഞ്ഞതോടെ തന്റെ കയ്യിലുള്ള വീഡിയോയുടെ കാര്യം ഒലിവിയ സൂചിപ്പിച്ചു. അത് നെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ അതോടെ അവർ തീരുമാനിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ വൈകാതെ അവർ അത് പ്രവർത്തിച്ചു. കൂട്ടത്തിൽ ഡയറിയിലെ വിവരങ്ങൾ കൂടി ചേർത്തു. അധികം വൈകിയില്ല ആ വീഡിയോ വൈറലായി. സാന്റോ
സാന്റോസും പോലീസുകാരും അടക്കം അഴിമതിയുമായി ബന്ധപ്പെട്ട എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. സാന്റോസിന്റെ ഡയറിയിലെ വിവരങ്ങൾ മുഴുവൻ പുറത്തു വന്നിരുന്നു. അത്രത്തോളം സഹിച്ച് ജനങ്ങൾക്കു വേണ്ടി അത്രയും നല്ലത് ചെയ്ത് ആ പയ്യന്മാർക്കു വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി. പക്ഷേ ഇതൊന്നും അറിയാതെ ആ പയ്യന്മാരും ജോസ് ആഞ്ചലോയുടെ മകളും മറ്റൊരിടത്ത് തങ്ങളൊന്നും മറന്നിട്ടും കണ്ടിട്ടുമില്ല എന്ന രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതും കാട്ടി ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ സിനിമ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.